നടക്കടി. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അമ്മ ഞാനത് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടത് പറഞ്ഞില്ലേ? അമ്മ ഞാൻ നിരപരാധിയാ. മിണ്ടരുത് നീ. എല്ലാം ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യം. അവള് നിരപരാധിയാണെന്ന്. ഐശ്വര്യ എന്താ അമ്മേ? വേഗം ഫോൺ ചെയ്ത് എല്ലാരോടും വരാൻ പറ. അതേ ഞാൻ വിളിച്ചോണ്ടിരിക്കാമേ. ആനന്ദേട്ടനെ, അഖിയെ, ആദിയെ, അരുണിനെ എല്ലാരെയും വിളിക്ക്. ഇവളുടെ സ്തുതിപാഠകരെല്ലാരും വരട്ടെ. നടക്കടി. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്താടാ ഇവിടെ പൊറുക്കാൻ വന്നതാണോ? ഇറങ്ങി വാടാ പുറത്തേക്ക്. വാടാ അങ്ങോട്ട്. ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. ഇത് ഞാൻ വെറുതെ വിടില്ല. ലോകം മുഴുവൻ ഞാൻ അറിയിക്കും. ഈ വക മാരണങ്ങളൊക്കെ വന്ന് കേറിയതേ നമ്മുടെ കുടുംബത്തിലാണല്ലോ. ഐശ്വര്യ എല്ലാരെയും വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ, ആദിയേട്ടൻ, അരുൺ എല്ലാരും ഇപ്പൊ വരും. ആഖ്യം എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഇവളെ അടിച്ച് വെളിയിലിറക്കും. എന്തു പറ്റി മോളെ? എന്താ സംഭവിച്ചത്? ഏട്ടത്തി, എനിക്കൊന്നും അറിയില്ല. ഇയാൾ എന്റെ അനുവാദം പോലും ചോദിക്കാതെ എന്റെ മുറിയിലേക്ക് വന്ന് കയറുമായിരുന്നു. ഞാൻ പറയുന്നത് സത്യ. അനുവാദമില്ലാതെ ഒരാളും ഒരു പെണ്ണിന്റെ ബെഡ്റൂമിലേക്ക് കയറുവോ? ഇവളെ നോവ് അനക്കുന്നത് തന്നെ നോണ പറയാനാ. എടോ, തന്റെ പേരെന്താ? വിഷ്ണു. ഞാനാണ് ശ്യാമെ കല്യാണം കഴിക്കാതിരുന്നത്. കല്യാണ മുഹൂർത്തത്തിന് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയത് കാരണം ഓഡിറ്റോറിയത്തിൽ എത്താൻ പറ്റിയില്ല. ഇതൊന്നും അല്ല എനിക്കറിയേണ്ടത്. താൻ എന്ത് ധൈര്യത്തിലാ ഈ വീട്ടിനകത്ത് വന്ന് കയറിയെന്നാ? ഞാൻ വന്നത് ശ്യാമ വിളിച്ചിട്ടാ. അമ്മ, ഞാൻ ഇയാളെ വിളിച്ചിട്ടൊന്നുമില്ല. നീ മിണ്ടരുത്. ഐശ്വര്യ, വിട്. അവള് തെറ്റുകാരിയാണെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ട് മതി ദേഹത്ത് തൊട്ടുള്ള കളിയൊക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? തെറ്റ് ചെയ്തവളെ തെളിവ് സഹിതം ആ മുറിക്കുള്ളിൽ നിന്നും പിടിച്ചതല്ലേ? നിങ്ങളെല്ലാരും കൂടി ചേർന്ന് എന്നെ കുറ്റക്കാരിയാക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ വിളിക്കാതെ ഇതുപോലുള്ളൊരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിന്റെ മുറിയിൽ കേറോ? ശ്യാമയും ഞാനും തമ്മില് പ്രേമത്തിലായിരുന്നു. അഖിലിനെ ഇവക്ക് ഇഷ്ടമല്ലെന്നാ പറയുന്നേ. ഞാൻ ഇവളും കൂടി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു. അമ്മേ, ഇയാൾ പറയുന്നൊക്കെ പച്ചക്കള്ള. ഞാൻ ഇയാളെ വിളിച്ചിട്ടൊന്നുമില്ല. ഇതിലെന്തോ ചതിയുണ്ട്. കണ്ട കാര്യം ഇപ്പൊ ചതിയായോ? എടി, നിനക്കേ ആക്കിയ ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് പോയാ പോരായിരുന്നോ? ഇങ്ങനെ ചതിക്കരുതായിരുന്നു. എന്താ പ്രശ്നം? ശാലിനെ ശീലാവതിയായിട്ടുള്ള ഇളയ മരുമോളോട് എന്താന്ന് വെച്ചാൽ നേരിട്ട് എന്നെ ചോദിക്കും. എന്താ അമ്മേ കാര്യം? എന്താ മോളെ പ്രശ്നം? എന്താ മോളെ പ്രശ്നമെന്നോ? എന്റെ മക്കള് രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാ. ഇവള് പട്ടാ പകലെ ഒരുത്തനെ വിളിച്ച് സ്വന്തം ബെഡ്റൂമിൽ കയറ്റിയിരിക്കുന്നു. അപവാദം പറഞ്ഞു പറ്റുന്നു. എന്താ നീ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് നേരാ. ഇവളെയും ഇവനെയും കൂടിയാ ഞാൻ ആ മുറിക്കകത്ത് കണ്ടത്. ഐശ്വര്യ, നീ വെറുതെ കാണാത്ത കാര്യത്തെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞത് സത്യാണോന്ന് ഇവരോട് എല്ലാവരോടും ചോദിച്ചു നോക്ക്. മോളെ, എന്താണ് അവിടെ ഉണ്ടായത്? കാര്യം തുറന്നു പറ. എന്താ ഉണ്ടായത്? മോളെ, എന്താ എന്താ ക്ഷമേ?
എന്താ പ്രശ്നം? എന്താ ശ്യാമ എന്തിനാ കരയുന്നേ? ശ്യാമേ, കരയാതെ കാര്യം എന്തെന്ന് പറയേ. കാര്യം പറയുമ്പോൾ അതെ, എനിക്ക് എന്റെ മകനോട് ഇക്കാര്യം ഒന്നും പറയാൻ പറ്റില്ല. മറ്റാരെങ്കിലും അത് പറഞ്ഞോട്. ഞാൻ പറയാം. എടാ അഖി, നിങ്ങളുടെ മുറിയിൽ നിന്ന് ഒരാണിന്റെ ശബ്ദം കേട്ടേ ഞങ്ങൾ ചെന്ന് നോക്കി. മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. തുറന്നപ്പോ ദേ അവനും ഇവളും കൂടെ. ഐശ്വര്യ, ശ്യാമേ, നേരാണോ ഞാൻ ഈ കേട്ടത്? പച്ച കള്ളാണ് സർ. ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ അനുവാദം പോലില്ലാതെ ഇയാൾ എന്റെ മുറിയിലേക്ക് വന്നു കയറുമായിരുന്നു. നീ എന്തിനാ അനുവാദമില്ലാതെ ഞങ്ങളുടെ മുറിയിലേക്ക് കയറിയത്? ശ്യാമ പറയുന്ന കള്ളമാണ് സർ. ശ്യാമ വിളിച്ചിട്ട് തന്നെയാ ഞാൻ ശ്യാമയുടെ മുറിയിൽ വന്ന് കയറിയത്. ഞാനും ശ്യാമയും തമ്മിൽ പ്രേമത്തിലായിരുന്നു. ഞാൻ കുറെ നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു. നീ ഒരു വഞ്ചകയാണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി. സർ, ഇയാള് പറയുന്നത് സാർ വിശ്വസിക്കരുത്. ഇത് ചതിയാ. മിണ്ടരുത് നീ. അഖി, ഇതൊക്കെ വിശ്വസിക്കാൻ വരട്ടെ. അച്ഛാ, അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടരുത്. അച്ഛന് ശ്യാമയോട് വാത്സല്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് എന്റെ ജീവിതം. നീ ഇത്ര ഭയങ്കരയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിർത്തടി നിന്റെ ഈ കള്ളക്കരച്ചില്. നീ ചിരിച്ചുകൊണ്ട് എന്റെ കഴുത്തിറക്കാൻ നോക്കായിരുന്നല്ലേ? ഞാൻ നിന്റെ കഴുത്തി കെട്ടി ഈ താലി ഊരി തന്നിട്ട് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിവാവണം എന്നേക്കുമായിട്ട്. ഇറങ്ങാൻ. അഖി, പറഞ്ഞത് കേട്ടില്ലടി. ഐശ്വര്യ, ശ്യാമേ, നിക്കേ. ഞാൻ നിങ്ങൾ ചിലർക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു എന്ന് മാത്രം. നിങ്ങൾ സന്തോഷിച്ച് കഴിഞ്ഞെങ്കിൽ വഴക്കിട്ടതൊക്കെ പിൻവലിച്ച് ഞാൻ ദേ ഇവളെ ഒന്ന് സ്നേഹിച്ചോട്ടെ. എന്റെ ഭാര്യയെ അവളുടെ ഭർത്താവായ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ ആര് വിശ്വസിക്കും? എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു മിനിറ്റ്. അരുണേ, വിട് 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 കേട്ടാ, വാടാ ഇങ്ങോട്ട്. ഇതൊന്ന് ഇതിൽ കണക്ട് ചെയ്ത് പ്ലേ ചെയ്തേ. ചെല്ല്. ഇത് ഷോർട്ട് ഫിലിം ഒന്നുമല്ല, എന്റെ മുറിയിൽ നടന്ന കാര്യങ്ങളാണ്.
ശ്യാമ എന്ന എന്റെ ഭാര്യ ജീവിതത്തിലുടനീളം എന്നെ വഞ്ചിക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അതാണ് ഞാൻ കാണാത്ത ഈ ദൃശ്യങ്ങള് എല്ലാവരും കാണിക്കാൻ ശ്രമിക്കുന്നത്. ആരുടെ കൊട്ടേഷൻ പ്രകാരമാടാ നീ ശ്യാമയുടെ മുറി കയറിയത്? പറടാ. പറഞ്ഞോ, ഇല്ലെങ്കിൽ ഏട്ടൻ നിന്നെ കത്തിച്ചു കളയും. പറടാ, ആര് തന്ന ധൈര്യത്തിലാ നീ ഞങ്ങളുടെ വീട്ടിൽ കയറിയത്? ഇത് ഞങ്ങളുടെ വീടാ. ഇവിടെ വെച്ച് നിന്നെ കൈകാര്യം ചെയ്യുന്നതില് ഞങ്ങൾക്കൊരു ശരികേടുണ്ട്. പക്ഷേ സത്യം ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഏതായാലും ആരുടെയെങ്കിലും പിൻബലമില്ലാതെ ഇതിനകത്ത് കയറാനുള്ള ചങ്കുറ്റം നിനക്കുണ്ടാവില്ല. ഒടുവിൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കണ്ടെങ്കിൽ സത്യം നീ തന്നെ തുറന്ന് പറയണം. പറയാൻ പറയടാ, എന്റെ ബെഡ്റൂമിൽ നീ എന്തിനൊളിച്ചു കയറി? പറയാൻ പറടാ. പറയടാ. ജഗന്നാഥൻ സാറും മായ മേഡം കൂടി പറഞ്ഞിട്ട് ജഗന്നാഥൻ എന്തു പറഞ്ഞു നിന്നോട്? എല്ലാം വ്യക്തമായിട്ട് പറയടാ. പറയടാ, പറയാൻ പറ. പറയാം. കേട്ടില്ലേ കാര്യങ്ങൾ? ഇപ്പൊ മനസ്സിലായില്ലേ സത്യങ്ങൾ? കളങ്ക് വന്നതറിയാത്ത ഒരു സാധു പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കുരിശിലേറ്റാൻ എല്ലാവർക്കും എന്തൊരു തിടുക്കമായിരുന്നു. കാള പറ്റെന്ന് കേട്ടതോടെ കയറെടുത്തു. ശ്യാമേ, ഒരു നിമിഷമാണെങ്കിലും ഒരു നിമിഷം ഞാനും നിന്നെ സംശയിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്ക ശ്യാമേ. ശ്യാമയെ നാണം കെടുത്താനും ആട്ടി ഓടിക്കാനും ഇവിടെ ചിലർക്കൊക്കെ എന്തൊരു ഉത്സാഹമാ. ഈ പാവം കൊച്ചിന്റെ ജീവിതം തകർക്കാൻ വന്നവനാണിവൻ. ഇവനെ വെറുതെ വിടരുത്. സത്യത്തില് ഇവൻ നിരപരാധിയാ. തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ വന്നു കയറിയതാ. നിരപരാധിയൊന്നുമല്ല. ശ്യാമ വിളിച്ചിട്ട് വന്നാണെന്ന് ഇവൻ കള്ളം പറഞ്ഞില്ലേ? അതിന്റെ കണക്ക് ഞങ്ങൾ തീർക്കാം. അതി വേണ്ട വേണ്ട, അതി വിട്ടേക്ക്. അതി ഇനി തല്ലയൊന്നും വേണ്ട, അവനെ പറഞ്ഞു വിട്ടേക്ക്. ഇന്ന് എന്റെ ശ്യാമ ഒത്തിരി കരഞ്ഞു. ചിലര് കരയിപ്പിച്ചു. സാരമില്ല. ഏതായാലും ഒരു കാര്യം താൻ വിശ്വസിച്ചോ, ഞാൻ തന്നെ ജീവിതത്തിൽ ഒരിക്കലും കരയിപ്പിക്കില്ല. അതിനുവേണ്ടി ഇവിടെ ആരും സ്വപ്നം കാണണ്ട. കാരണം ആ സ്വപ്നം സാക്ഷാത്കരിക്കില്ല. ആ പോട്ടെ, വിട്ടുകളാ. ശ്യാമ വാ. അച്ഛാ, അച്ഛനിപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിന് എന്റെ ഭാര്യ എന്റെ റൂമിലുള്ളപ്പോ ക്യാമറ വെച്ചെന്ന്. ജഗന്നാഥൻ ഒരുക്കിയ ചതി ഞാൻ അറിഞ്ഞിരുന്നു. ശ്യാമയുടെ കണ്ണനായിട്ടത് എനിക്ക് കാട്ടിത്തന്നു.
അതിന്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. ശ്യാമേ, ഐശ്വര്യയുടെ വിളി വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആ സന്തോഷ വാർത്ത കേട്ട് എനിക്കൊന്ന് ഉറക്കെ പൊട്ടിച്ചിരിക്കണം. എന്നിട്ട് വിസ്മയമായി ഒരു ചുറ്റിക്കറക്കം, വേണ്ടി വന്നാൽ 3 തേക്കടി വഴി ഒരു ടൂർ. അല്ല, എന്തായി? ഞാനൊന്ന് ആനന്ദിക്കട്ടെ. അവളെ അവനെയും കൂടി മുറിയിലിട്ട് പിടി കൂടിയ ഉടനെ അവരെ 2 പേരെയും കൂടി അടിച്ചിറക്കിയോ, അതോ അവളെ മാത്രം അടിച്ചിറക്കിയോ? എന്നിട്ട് അവൾ എങ്ങോട്ട് പോയി? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒരു ചുക്ക് നടന്നില്ല അരുന്ധതി. പതിവ് പോലെ അവള് താരമായിട്ട് മാറുകയും ചെയ്തു. എന്തുപറ്റി? എന്താ എടുത്തി ഒരു ടെൻഷൻ പോലെ? ഏയ് ഒന്നുമില്ല. അതല്ല, ഏടത്തേക്ക് എന്തോ ഒരു വിളർച്ച പോലെ, പെട്ടെന്ന് ഈ അനീമിയ വന്ന പോലെ. ഇനി എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്തിട്ട് അത് പാളിപ്പോയോ? നീ എന്തോ ഒരുമാതിരി കുത്തും കോളും ഒക്കെ വെച്ച് സംസാരിക്കുന്നേ. ഏത് സമയത്തും കാറും കോളും നിറഞ്ഞ വീടാ നമ്മുടേത്. അതാ ഞാൻ ഈ കുത്തും കോളും ഒക്കെ വെച്ച് സംസാരിക്കുന്ന. എന്നാ അത് ഏട്ടത്തിയുടെ അടുത്ത് വേണ്ട കേട്ടോ. അല്ല എടുത്തി, ഇപ്പൊ ഇവിടെ നടന്ന വിഷ്ണുവിന്റെ സ്വപ്നവും ശ്യാമിയെ പുറത്താക്കലും എന്ന 8 നിലയെ പൊട്ടിയ നാടകത്തിന്റെ രചന ഐശ്വര്യ എടുത്തിയായിരുന്നു. അയ്യോ സോറി, രചന ജഗന്നാഥനും മായയും കൂടിയായിരുന്നല്ലോ. സംവിധാനം എഴുതിയായിരുന്നു. അഖി, നീ റെസ്പെക്ട് വിട്ട് സംസാരിക്കുന്നു. ഏടത്തിയോടുള്ള എന്റെ റെസ്പെക്ട് പല കാരണങ്ങൾ കൊണ്ടും കുറഞ്ഞു വരികയാണ് ഏടത്തി. ശ്യാം എനിക്കിഷ്ടമല്ല, അതി പകൽ പോലെ സത്യം. ഐശ്വര്യ എടുത്ത് ഇഷ്ടപ്പെടാനല്ലോ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. നിന്നോട് നിന്റെ അമ്മയ്ക്കുള്ളത് പോലുള്ള ഇഷ്ടം എനിക്കുണ്ട്. നീ നശിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് പ്രയാസോ. അല്ലാതെ ശ്യാമയോടുള്ള ഈഗോ കൊണ്ടല്ല ഈ പക. ഈഗോയോ? അവളോടോ? എനിക്കോ? അവളാര്, ഞാനാര്? അത് ശരിയാ. അവളും ഏടത്തിയും തമ്മില് നിഴലും നിലാവും പോലുള്ള വ്യത്യാസമുണ്ട്. നീ സമ്മതിച്ചല്ലോ ഞാൻ നിലാവാണെന്ന്. കുറ്റാക്കുറ്റി ഇരുട്ടാ നിങ്ങള്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ സർവത്ര ഇരുട്ടായിരിക്കും.